നമ്മുടെ ഡെസ്കിലെ സംശയം, ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ദീനപരമായിട്ടുള്ള സഹകരണത്തിലുള്ള കുറവ് ആ കുട്ടിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇവിടെ ഈ കുട്ടി കല്യാണം കഴിച്ച ഭർത്താവ് ഉണ്ടല്ലോ, ഈ ഭർത്താവ് ദീനീ ബോധമുള്ളവനും ചിട്ടയുള്ളവനും ആയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ക്ഷമിക്കാം. കാരണം ഈ ഭർത്തൃ വീട്ടിൽ തന്നെ, ഈ കൂട്ടമായ വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരില്ല കാലാകാലം. അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മാറാലോ. അപ്പോൾ മാറാനുള്ള ശ്രമം ബുദ്ധിപൂർവമായിട്ട് ഇവർ രണ്ടുപേരും ദീനിയായ അച്ചടക്കവും ബന്ധവും കുട്ടികളൊക്കെ നല്ല അലിമികളായിട്ട് വളരണം എന്നുള്ള നല്ല ബോധത്തോടു കൂടെ ആണെങ്കിൽ അവർക്ക് അതിൽ രക്ഷപ്പെടാൻ കഴിയും. അല്ല, ഈ ഭർത്തൃ വീട്ടുകാരെ അല്ല ശ്രദ്ധിക്കേണ്ടത്. ഈ ഭർത്താവും തന്നെ നിസ്കാരമല്ല, തീരെ ദീനി ചിട്ടയുള്ള വളരെ പിന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഒന്നുകിൽ അവനോട് നല്ല നിലക്ക് ഭാര്യയുടെ വീട്ടുകാരുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ കൗൺസിലോ കൊടുത്തിട്ട് മാറ്റത്തിന് വിധേയമാവുന്നുണ്ടോ എന്നൊരു ശ്രമം നടത്തുക. അത് നടത്തിയിട്ട് അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഉറപ്പാണ് നിസ്കാരമില്ലാത്ത ഒരാളെ കൂടെ ജീവിക്കണം എന്ന് ഷറഅ് പറയില്ല. അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ മസല പറഞ്ഞു കൊടുക്കുള്ളൂ. നിസ്കാരമില്ലാത്തവൻ എന്തിനാ നമുക്ക്? നിസ്കാരമില്ലാത്തവന്റെ കൂടെ നിസ്കരിച്ച് ജീവിപ്പിച്ചു പോയിട്ട് ആ കുട്ടിയുടെ ഭാവിയൊക്കെ നഷ്ടപ്പെടല്ലേ? ഇതെല്ലാവരും കേട്ടോട്ടെ, അത് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നിസ്കരിക്കണം. നിസ്കാരം തന്നെ മനുഷ്യന്റെ ഐഡന്റിറ്റി. നിസ്കാരമില്ലാത്തവനെ മുസ്ലിമായിട്ട് ഗണിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ള വസ്തുതകളൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാൻ കഴിയണല്ലേ. അപ്പൊ ഈ പറയപ്പെട്ട ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റേജുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിൽ ഒരു മാറ്റം കിട്ടുന്നില്ല എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട്, നമുക്കറിയാം വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജൻ മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നു എങ്കിൽ യജ്അൽ ലഹു മഖ്റജ, ആ കുട്ടിക്ക് നല്ല തുറവടി അള്ളാഹു കൊടുക്കും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അറിയാത്ത ഭാഗത്ത് കൂടി വേറൊരു വിവാഹം വരും. അത് തന്നെയാണ്. പിന്നെ അള്ളാഹ് പറഞ്ഞ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹസ്ബു, ഈ വിഷയത്തിൽ അള്ളാഹുവിനെ ബലമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഫസ്ബു, അത് മാത്രം മതി എന്നാണ്. ഇന്നല്ലാഹു ബാലിഗു അംരി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. ഈ പറഞ്ഞത് ഇനിയിപ്പോ മറ്റൊരു വിവാഹത്തിലേക്ക് പോകേണ്ടി വരികയാണ്, അത് അള്ളാഹ് കണക്കാക്കിയതാണ്. ഖുർആൻ അതാ പറയുന്നു. അപ്പൊ അള്ളാഹ്ക്ക് തഖ്വ ചെയ്തിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേജുകൾ നോക്കിയിട്ട് ശരിയാവുന്നില്ല എങ്കിൽ ഇൻഷാ അള്ളാഹ് നല്ല തീരുമാനം എടുക്കാൻ മുതിരുക തന്നെയാണ് വേണ്ടത്. കാരണം പിന്നെ അതിൽ കുട്ടികളും സന്താനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ ആപത്തിലേക്ക് പോകുന്നതായതുകൊണ്ട് അവിടെ ഒന്ന് ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് ആലോചിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു.